നമ്മുടെ ദേശീയപാത 544 ഇന്ന് ഉച്ചയ്ക്കുള്ള പ്രാവശ്യമാണ്. അതായത് കളമശ്ശേരിക്ക് പോകുന്നവർക്ക് ആലുവ കഴിഞ്ഞ ആലുവ കമ്പനിപ്പടി മുതൽ തുടങ്ങിയ ബ്ലോക്കാണ്. KSRTCയുടെ ആലുവ റീജിയണൽ വർക്ക്ഷോപ്പ് മുതൽ തുടങ്ങിയ ബ്ലോക്കാണ്. ഇപ്പോഴേ അവിടെ ഒരു അമ്പാട്ടുകാലിലേക്ക് എത്തണേ ഉള്ളൂ. ജനറൊക്കെ കുത്തിക്കയറ്റേ കടന്നു പോകണം. അതല്ലാതെ വേറെ രക്ഷയില്ലെന്ന് നോക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് ഈ ഹൈവേ പണിക്കാര് ബ്ലോക്ക് ചെയ്ത് വെച്ച് അവര് സുന്ദരമായിട്ട് അവിടെ പണികൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലൊരു KSRTC ബസ്, അത് ഞാൻ BD ആയതാണോ എന്നല്ല, പക്ഷെ എൻ്റെ അപ്പുറത്തേക്ക് ബ്ലോക്ക് ഇല്ല. അവിടെ കുറച്ച് ഇതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ബ്ലോക്ക് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഫ്രണ്ടിലായിട്ട് അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിൽ അവിടെ തന്നെ ഒരു വണ്ടി BD ആയതിനാണോ അല്ല, അവിടെ കഴിഞ്ഞാലും ബ്ലോക്കാണ്, മൊത്തത്തിൽ ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ ഈ ബ്ലോക്ക് ഒരു പക്ഷേ വരാൻ സാധ്യത കളമശ്ശേരി വരെ ആകാനാണ് സാധ്യത. മിക്കവാറും നിസ്സാര ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും എത്ര വലിയ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. വളരെ നിസ്സാര കാര്യമാണ്. ഇപ്പൊ അമ്പാട്ടുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വളരെ അരിച്ചരിച്ചാണ് വണ്ടികൾ നീങ്ങുന്നത്. ഞാനാണെങ്കിൽ ഇപ്പൊ തൃപ്പൂണിത്തുറയ്ക്ക് പോകാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷെ ഇനി എപ്പോ തൃപ്പൂണിത്തുറ എത്താൻ പറ്റുന്ന അറിയുന്നില്ല. അവസ്ഥായി പോയി. എനിക്ക് മൂവാറ്റുപുഴ വഴി വന്നെങ്കിൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് മെട്രോയിൽ കയറിയെങ്കിൽ മതിയായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിപ്പോ 8ന്റെ പണിയായിട്ടുണ്ട്. സാധാരണ ഈ ഭാഗങ്ങളിൽ ഒട്ടും ബ്ലോക്ക് ഇല്ലാത്തൊരു ഭാഗങ്ങളാണ് ഇന്ന് ബ്ലോക്ക്. അതിൻ്റെ ഇടയ്ക്ക് കുത്തിക്കയറ്റലുകൾ നടക്കുന്നുണ്ട്. ദൃഷ്ടി കടന്നു വന്നു. ഞാൻ ഇവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. അതിൻ്റെതാണ് ഈ ബ്ലോക്ക് എന്നാണ്. ഒരു കയർ ഏതായാലും വലിച്ച് റോഡിലേക്ക് കെട്ടിയിട്ടുണ്ട്. അവിടെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാ സംഭവം എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഇത്രയും നീണ്ട, ഏകദേശം 1 കിലോമീറ്ററോളം നീളത്തിൽ ബ്ലോക്ക് വരാനുള്ള കാരണം. അവിടെ തടിവെട്ട് നടക്കുകയാണ്. തടി വെട്ടുന്നതിന്റെ ബ്ലോക്കാണ്. ഇതാരും നിയന്ത്രിച്ച് വിടണം കാരണമൊന്നുമില്ല. മരം വെട്ടുന്നതിന്റെ ബ്ലോക്കാണ്. ഇറ്റാലും ഒരു പക്ഷേ ഞാൻ മറിഞ്ഞാടിയ മരമായിരിക്കും മഴയിലെങ്ങാൻ. അതാ ഇവിടെ വെട്ടി മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സിംഗിള് ലൈനായി പോയി. അതുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് വന്നിരിക്കുന്നത്. വേറെ കയറി പോകുന്നില്ല. അമ്പാട്ടുകാവിന്റെ മുമ്പില്, കറക്റ്റ് അമ്പാട്ടുകാവിന്റെ മുമ്പില് തടിവെട്ട് ബ്ലോക്കാണ്. മുമ്പിലൊരു കാറുണ്ടായിരുന്നു. പുള്ളി പോലും തിരിച്ച് ആദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ തടി ഇപ്പോഴാണ് വെട്ടുന്നത്. ആ തടി വെട്ടുന്നതാണ് ബ്ലോക്ക്. അവിടേക്ക് തടി വെട്ടി റോഡിലേക്ക് വരണ്ടിരിക്കാൻ വേണ്ടിയാ ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിട്ടും എന്നാണ് സമയം കിട്ടിയത്. കാലത്തെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന അവസരങ്ങൾ ഒക്കെയാണ് പ്രധാനം കടന്നു പോകുന്നത്.